വെള്ളി പൊന്നിനെ മറികടക്കുമോ? നമ്മളെല്ലാവരും ഗോൾഡ് തന്നെയാണ് സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ 2025 ട്രെൻഡ് മാറിയിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സിൽവർ ഡിമാൻഡ് റെക്കോർഡ് ലെവലിലാണ്. റൂട്ടേഴ്സ്, ടൈംസ് ഓഫ് ഇന്ത്യ, എക്കണോമിക് ടൈംസ് പോലുള്ള റിപ്പോർട്ട്സ് അനുസരിച്ച് സിൽവർ കോയിൻ ആൻഡ് ബാർ സെയിൽസ് 40% വരെ വർദ്ധിച്ചിരിക്കുന്നു. ഗോൾഡ് ഇമ്പോർട്ട്സ് 2 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് വീണിരിക്കുന്നു. അതിനാൽ ചോദ്യം ഇതാണ്, എന്താണ് നടക്കുന്നത് ഇപ്പോൾ? ഗോൾഡ് വില എപ്പോഴും ഉയർന്നതാണ്. ഇപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് മിക്ക സ്മോൾ ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ അഫോർഡബിൾ ഓൾട്ടർനേറ്റീവായി സിൽവറിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഒരു സോവറിൻ ഗോൾഡ് വാങ്ങാൻ കഴിയാത്തവർ ഇപ്പോൾ സിൽവർ എടുത്ത് നിക്ഷേപിക്കുന്നു. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ബൂസ്റ്റ്. സിൽവറിന്റെ ബ്യൂട്ടി ഇവിടെ തീരുന്നില്ല. ഇത് ഇൻവെസ്റ്റ്മെന്റ് മെറ്റൽ മാത്രമല്ല, ഇൻഡസ്ട്രിയൽ മെറ്റൽ കൂടിയാണ്. സോളാർ പാനൽസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നതിന് സിൽവർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് സിൽവർ ഡിമാൻഡ് ഇൻവെസ്റ്റ്മെന്റ് വേൾഡിൽ മാത്രമല്ല, ഇൻഡസ്ട്രി സൈഡിലും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട്സ് പ്രകാരം 2025 സിൽവറിന്റെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നതായിരിക്കും. സപ്ലൈ ഷോർട്ടേജ് ആൻഡ് റെക്കോർഡ് പ്രൈസസ്. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ അത്ര വേഗത്തിൽ കൂടുന്നില്ല. ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് പോലും സിൽവർ ഔട്ട്പുട്ട് 30% വരെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. കാരണം ലോകമെമ്പാടും ഫിസിക്കൽ സിൽവർ ഷോർട്ടേജ് അനുഭവപ്പെടുന്നു. ഇത് കാരണം വിലയും കുതിച്ചുയരുന്നു. ലണ്ടൻ മാർക്കറ്റിൽ സിൽവർ പ്രീമിയം 2025 ഒക്ടോബറിൽ റെക്കോർഡ് വിലയാണ്. അതാണ് സിൽവറിന്റെ കറന്റ് ഡിമാൻഡിന്റെ കാരണം. സോ ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, ഇതെല്ലാം കേട്ട് നിങ്ങൾ സിൽവർ വാങ്ങണോ? അതെ, പക്ഷേ സ്ട്രാറ്റജിക്കലി. മ്യൂച്വൽ ഫണ്ടിലോ ETF-ലോ ആയി ചെറിയൊരു ഭാഗം സിൽവറിലേക്ക് നിക്ഷേപിക്കാം. ഫിസിക്കൽ സിൽവർ വാങ്ങണമെങ്കിൽ കോയിൻസ്, ബാർസ് തുടങ്ങിയവ ഓതറൈസ്ഡ് ഡീലേഴ്സിൽ നിന്നും മാത്രം വാങ്ങുക. ലോങ് ടേം വെൽത്ത് ക്രിയേഷനിൽ ഗോൾഡും സിൽവറും ബാലൻസ് ചെയ്യുക. ദാറ്റ്സ് ദ സ്മാർട്ട് മൂവ്. റിസ്ക്സ് ടു റിമെമ്പർ. സത്യത്തിൽ സിൽവർ കൂടുതൽ വോളറ്റൈൽ ആണ്. അതായത് വില പെട്ടെന്ന് കുതിച്ചു ഉയരുകയും പിന്നെ പെട്ടെന്ന് താഴുകയും ചെയ്യും. അതിനാൽ ഷോർട്ട് ടേം ട്രേഡ് ആക്കരുത്. സിൽവർ ഇൻവെസ്റ്റ്മെന്റ് എന്നത് പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രം ഫലപ്രദമാണ്. ഈ റീസെന്റ് സിൽവർ ഹൈപ്പ് കണ്ടിട്ട് ലോകം പറയുന്നത് ഇതാണ്, സിൽവർ ഈസ് ദ ന്യൂ ഗോൾഡ്. പക്ഷേ ഗോൾഡിനെ പൂർണ്ണമായി മാറ്റി സിൽവർ എത്തുമെന്ന് പറയാനാകില്ല. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ എന്നത് എല്ലായ്പ്പോഴും സ്മാർട്ടസ്റ്റ് സ്റ്റെപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.